മാറി മിടുക്കികളെ എല്ലാവർക്കും കേരള സൈനർ നീറ്റ് യു ജി കൗൺസിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. നമ്മളിനി നോക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിംഗിലെ NRI റിസർവേഷനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ 15% സീറ്റുകൾക്ക് NRIക്ക് വേണ്ടിയുള്ളതാണേ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേടാ, അത് എവിടെയൊക്കെ കാണും? അതായത് നമുക്ക് MBBS ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ 57ഓളം MBBS ഇൻസ്റ്റിറ്റ്യൂട്ടും 32ഓളം BDS ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്. പിന്നെ നമുക്ക് എങ്ങനെയാണ് റിസർവേഷൻ എല്ലാം ഒന്ന് മനസ്സിലാക്കണ്ടേ? നോക്കാം കേട്ടോ. ആദ്യം നിങ്ങൾ കാൻഡിഡേറ്റ്സ് NRI ആണെങ്കിൽ NRI സീറ്റ്സിന് നിങ്ങൾ എലിജിബിൾ ആണ്. പിന്നെ അതേസമയം പാരൻസ്, അമ്മയോ അച്ഛനോ ആരെങ്കിലും നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് NRI സീറ്റിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ OCA കാൻഡിഡേറ്റ്സ് ആണ് അല്ലെങ്കിൽ OCA സ്പോൺസേഡ് കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും NRI സീറ്റ്സിൽ എലിജിബിലിറ്റി നേടാം. പിന്നെ ഇത് ഞാൻ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ്. ഒത്തിരി പേര് എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ്, ഈ NRI എങ്ങനെ നമുക്ക് NRI സീറ്റിൽ ആപ്ലിക്കബിൾ ആകും? അവിടെ ഒരു റിലേഷൻഷിപ്പൊക്കെ ഇല്ലേ? അപ്പോൾ എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. എൻ്റെ ചേട്ടൻ ഇങ്ങനെയാണ്, NRI ആണ്, അപ്പോൾ എനിക്ക് NRI സീറ്റ് കിട്ടും, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതായത് നിങ്ങളുടെ അച്ഛൻ്റെ അനിയൻ, അവരെ NRI ആണ്, അനിയനോ ചേട്ടനോ അനിയത്തിയോ അവർ NRI ആണ്, നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി അവർ ഓക്കെ പറയാണെന്ന് വെച്ചോ, എങ്കിലും നിങ്ങൾക്ക് NRI സീറ്റ് കിട്ടും. അതേസമയം അച്ഛൻ്റെ അനിയനോ ചേട്ടനോ അവരുടെ മക്കളും നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി വില്ലിങ് ആണെന്ന് വെച്ചോ, എങ്കിലും നിങ്ങൾക്ക് NRI കിട്ടും. അതുപോലെ തന്നെ അമ്മയുടെ അനിയത്തിയോ ചേട്ടനോ അവരുടെ കുട്ടികളോ നിങ്ങളെ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് NRI സീറ്റ് യോഗ്യത നേടാം. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഡിഗ്രി കസിൻസ് ആയിരിക്കണം. ഇപ്പം അപ്പൂപ്പനും അമ്മൂമ്മയും NRIs ആണ്, അവർ പറയണം എൻ്റെ കൊച്ചുമക്കളെ ഞാൻ സ്പോൺസർ ചെയ്യാം, NRI സീറ്റ് എല്ലാ പൈസ എല്ലാം ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് NRI സീറ്റിൽ അപേക്ഷിക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, അപ്പൂപ്പൻ്റെ സഹോദരനോ സഹോദരിയോ അവരുടെ കുട്ടികളോ അങ്ങനെ പറ്റത്തില്ല. അതേസമയം അച്ഛൻ്റെ കസിൻസ് അത് ആപ്ലിക്കബിൾ അല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ, അടുത്ത നമുക്ക് നോക്കാവുന്നതാണ് NRI റിസർവേഷൻ്റെ ഓരോ ഇതായിട്ട് നോക്കാം കേട്ടോ. അപ്പം നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ വേണ്ടി വിചാരിക്കുകയാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ അവരുടെ പാസ്പോർട്ടും വിസയും കാണിക്കണം. പിന്നെ അതേസമയം എംബസിയിൽ നിന്നും അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് സ്പോൺസറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ എംബസിയിൽ നിന്ന് തരുന്ന സർട്ടിഫിക്കറ്റില്ലേ അതിൽ ഏതാണോ ജോബ്, അവരെന്ത് ജോബാണ് ചെയ്യുന്നതെന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ മറന്നു പോയത് ഒത്തിരി പേർക്ക് കൺഫ്യൂഷനുള്ള കാര്യമാണത്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് റിലേഷൻ അഫിഡിക്റ്റ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ റിലേഷൻ, ഇപ്പോൾ നെഫ്യൂ ആണ് അങ്ങനെയാണെങ്കിൽ ഇതൊരു റിലേഷൻ ആവും. പിന്നെ അതേസമയം ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ സ്പോൺസർഷിപ്പ്, അതായത് നിങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യാണ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ സഹോദരനാണെന്ന് വെച്ചോ, അപ്പോൾ അത് തെളിയിക്കുന്ന ഇന്നാരാണ് ഇവരെ സ്പോൺസർ, ഇതെൻ്റെ മാമനാണ്, ഇവർ സ്പോൺസർ ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ ഉള്ള അത് നിയമപ്രകാരമുള്ള നമ്മുടെ പ്രൂഫായിട്ടുള്ള സർട്ടിഫിക്കറ്റ് രൂപേണ വേണം. അതാണ് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെയായിരിക്കണം? ഈ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റും ഈ റിലേഷൻ അഫിഡിക്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാമ്പ് പേപ്പറിൽ നിങ്ങൾ നോട്ടറൈസ് ചെയ്ത് മേടിക്കേണ്ടതായിട്ട് ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഇത് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, അതെങ്ങനെയാണ്, എവിടെയാണ് പോകേണ്ടത്, അങ്ങനെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ സൈനേഡിൻ്റെ കോൾ നമ്പറിൽ വിളിക്കാം. അതേസമയം സബ്സ്ക്രൈബേഴ്സിന് മെയിൽ അയക്കാം. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ മെയിൽ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് കാൻഡിഡേറ്റ്സിൻ്റെ നീറ്റ് സ്കോർ കാർഡ് മറന്നുപോകരുത്, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും വേണം. പിന്നെ ഫോമാറ്റ് MCC പ്രോസ്പെക്ടസിലുള്ള ഒരു ഫോമാറ്റിൻ്റെ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്, NRI അണ്ടർടേക്കിംഗ് ഫോമാറ്റ്, അത് നിങ്ങൾക്ക് കാണാം. പിന്നെ അടുത്തതായി നമ്മൾ നോക്കുന്നത്, പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഇല്ലേ, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് നമ്മുടെ ഓൾ ഇന്ത്യക്ക് എന്ന് പറയുമ്പോൾ അവർ ഒന്നും ചോദിക്കാറില്ല, ഡോക്യുമെൻറ്റ്സ് ഒന്നും ആദ്യമേ ചോദിക്കാറില്ല, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ പോവുകയാണ്. അപ്പോൾ പക്ഷേ ഡോക്യുമെൻറ്റ് വൈസ് നമുക്ക് ആവശ്യം വരുന്നത് ഈ PWDക്കും NRIക്കും ആണ് കേട്ടോ. നേരത്തെ തന്നെ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ.
അപ്പം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ എപ്പോഴും നോട്ടിഫിക്കേഷൻ അലേർട്ടായിരിക്കണം. കാരണം നോട്ടിഫിക്കേഷൻ വന്ന് ഒരു വീക്കിലായിരിക്കും പെട്ടെന്ന് വരിക, പിന്നെ അവരൊരു 2 ഡേയ്സേ തരത്തുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റും കരുതിയിരിക്കുക. അപ്പം ചില ഇതിലെന്താണ് ഇന്ത്യനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള കൺവേർഷൻ ഉണ്ടായിരിക്കും, ഇന്ത്യൻ കൺവേർട്ടഡ് ടു NRI. അപ്പം അങ്ങനെ വരുമ്പോൾ അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാവരും അപ്ലോഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അതെപ്പോഴും നിങ്ങൾ അലേർട്ടായിരിക്കണം നോട്ടിഫിക്കേഷൻ. കാരണം വന്ന ഉടൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ ഇതെല്ലാം ശരിയാക്കണം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം നല്ല കറണ്ടായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നതാണ് CW റിസർവേഷൻ, അതായത് ചൈൽഡ് ഓഫ് വിഡോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിഡോ ഓഫ് ഡിഫൻസ്, അതായത് ഫാദർ, അത് നിങ്ങളുടെ ഫാദർ ആരെങ്കിലും ഡിഫൻസിലിരുന്ന സമയത്ത് മരണപ്പെട്ടു പോവുകയോ ഡിസേബിൾഡ് ആയി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് റിസർവേഷൻ ഉണ്ട് കേട്ടോ. അതെങ്ങനെ എത്ര പെർസെൻറ്റേജ് എന്ന് മനസ്സിലാക്കണ്ടേ? 5% റിസർവേഷനാണ് ഉള്ളത്. അതിനെപ്പറ്റി കുറച്ചും കൂടെ മനസ്സിലാക്കിയാലോ? അതായത് 5% ഹൊറിസോണ്ടൽ റിസർവേഷനാണ്. അത് ആരാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ് കോട്ട സീറ്റ്സ് ഓഫ് DU ഡൽഹി യൂണിവേഴ്സിറ്റിയിലും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് IP യൂണിവേഴ്സിറ്റിയിലുമാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് കാറ്റഗറി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. 4 കാറ്റഗറിയാണ് ഉള്ളത്. അതായത് ഇപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ എന്താണ്? വിഡോസ് ഓഫ് മരണപ്പെട്ടു പോയി, അച്ഛൻ മരണപ്പെട്ടു പോയി, ഡിഫൻസിലിരിക്കുക മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ കാറ്റഗറി. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി അതാണ്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഡിസേബിൾഡ്, മരണപ്പെട്ടു പോയിട്ടില്ല പക്ഷേ ഡിസേബിൾഡ് ആയിപ്പോയി. ഡിസേബിൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഹാൻഡിക്യാപ്റ്റ് പോലെ, അംഗവൈകല്യം പോലെ, കൈയോ കാലോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വന്ന് ഡിസേബിൾഡ് ചെയ്യാൻ പറ്റാതെ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന അതിനെയാണ് നമ്മൾ ഡിസേബിൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയി. അത് രണ്ടാമത്തെ കാറ്റഗറി, മറ്റത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ചോ. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറഞ്ഞ പോലെ മരണപ്പെട്ടു പോയി. അപ്പം മരണപ്പെട്ടു പോയത് ഒന്നാമത്തെ കാറ്റഗറി ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അവർ കൊടുക്കുന്ന, മുൻഗണന കൊടുക്കുന്ന ഒന്നാമത്തെ കാറ്റഗറി. ഇപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ ഇപ്പോൾ കുറേ ആപ്ലിക്കേഷൻ ഫോംസ് വന്നെന്ന് വെച്ചോ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഫോമിന് ഒന്നാമതായിട്ടുള്ളതിന് മുൻഗണന കൊടുത്തിട്ട് മാത്രമേ രണ്ടാമതായിട്ടുള്ള ഡിസേബിൾഡ് ഇൻ ആക്ഷന് രണ്ടാമത്തെ പരിഗണന കൊടുക്കത്തുള്ളൂ. അതാണ് 4 കാറ്റഗറി. ഇപ്പം നമ്മൾ കാണുന്നില്ല, ഒത്തിരി കാറ്റഗറീസ് ആയിട്ടുണ്ട്. ഒരു 9ഓളം കാറ്റഗറീസ് ഉണ്ട്. അപ്പം ഏറ്റവും ഫസ്റ്റിനായിരിക്കും ഏറ്റവും മുൻഗണന. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത നമ്മൾ നോക്കുന്നതാണ് സീറ്റ് കൺവേർഷനെ പറ്റി. ഇത് ഒത്തിരി പേർക്ക് എപ്പോഴും സംശയമുള്ളതാണ്. അത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് ഇപ്പോൾ ST PWD സീറ്റാണെന്ന് വെച്ചോ. അതിൽ 10 സീറ്റ് ഉണ്ടെന്ന് വെക്കോ. അതിൽ 5 പേരെ ഈ ST PWDയിൽ വന്നിട്ടുള്ളൂ. അതെപ്പോഴാണെന്ന് വെച്ചാൽ റൗണ്ട് 3, അതായത് വിൽ ബി ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് റൗണ്ട് 3, R3യുടെ റൗണ്ടൊക്കെ ആകുമ്പോഴാണ് കേട്ടോ. അപ്പോഴെന്ന് വെച്ചാൽ എല്ലാ റൗണ്ടും കഴിഞ്ഞിട്ട് അവസാനം അവർ നോക്കും, ഇത്രയും റൗണ്ട്സിൽ നോക്കിയിട്ട് ഇതിപ്പോൾ തീരാറായി വരെയാണ്, റൗണ്ടൊക്കെ തീരാറായി വരുമ്പോൾ ST PWDയുടെ എത്രയുണ്ട്? 10 സീറ്റ് ഉണ്ടായിരുന്നു, 5 പേരെ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായി? 5 സീറ്റ് അവിടെ ഒഴിവ് വന്നില്ലേ? അപ്പോൾ ആ ഒഴിവ് വന്ന സീറ്റുകൾ അവർ കൺവേർട്ട് ചെയ്ത് സീറ്റ് വേറെ കാറ്റഗറീസിന് കൊടുക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് ST PWD സീറ്റാണെന്ന് വെച്ചോ. ഇപ്പോൾ ST PWD സീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സീറ്റ് ഏതാണ്? ഒറിജിനൽ സീറ്റ് ഇതിന്ന് വന്ന സീറ്റ് ഏതാണ്? ST എന്നാണ്. അപ്പം ST PWDയുടെ ഒറിജിനൽ സീറ്റിലോട്ട് അത് പോകും, ST. അതുപോലെ തന്നെ SE PWD ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ, അതെന്നാണ് ഈ സീറ്റ് കൺവേർഷൻ വഴി വന്നത്. അപ്പോൾ ആ ഒറിജിനൽ സീറ്റ് എന്ന് പറയുന്നത് ഏതാണ്? SCയിലോട്ട് പോകും. അതേപോലെ തന്നെയാണ് UR PWD. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ സീറ്റ് ഏതായിരുന്നു? UR ജനറൽ, അതിലോട്ട് പോകും. അതുപോലെ ഞാൻ പറഞ്ഞുതരാം, ST സീറ്റാണ് ഇപ്പോൾ വേക്കൻ്റ് ആയിട്ട് ഒഴിവ് വന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ST സീറ്റ് ആണെങ്കിൽ അത് SCക്ക് പോകും, SC റിസർവേഷനിലോട്ട് പോകും. അതുപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ UR ജനറലിലോട്ട് പോകും. പിന്നെ മനസ്സിലാക്കാനുള്ള NRI സീറ്റാണ് ഇതുപോലെ ഒഴിവ് വന്നെങ്കിൽ അത് UR, അതായത് ജനറൽ സീറ്റ് എന്ന് പറയുന്ന പെയ്ഡ് മാനേജ്മെൻറ്റ് സീറ്റിലോട്ട് പോകും. പിന്നെ അതേസമയം OBC സീറ്റാണെന്ന് വെച്ചോ. OBC സീറ്റാണെങ്കിൽ നില്ല്. കാരണം എന്താണ്? OBC സീറ്റ് എന്ന് വെച്ചാൽ OBC ഒത്തിരി പേരില്ല, അപ്പം OBC കൺവേർഷൻ വരേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത്രത്തോളം OBCക്കാരെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഇപ്പം എക്കണോമിക്കലി വീക്കർ സെക്ഷൻ CW ആണെങ്കിൽ OBC CWയിലോട്ട് പോകും. അതുപോലെ തന്നെ SC CW ആണെങ്കിൽ UR ജനറൽ CWയിലോട്ട് പോകും. ഇപ്പം മനസ്സിലായില്ലേ? എന്ത് സിമ്പിളായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നോക്കിക്കേ, ഫോറിൻ നാഷണൽസ് ആണെങ്കിൽ അത്
UR. അപ്പോൾ ഈ ഫോറിൻ നാഷണൽസ് എവിടെയാണ് ഉള്ളത്? നമ്മുടെ എയിംസിലൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സീറ്റ്സ് ഉള്ളത് എയിംസിലാണ്. പക്ഷേ അത് അവിടെ അത്ര സീറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ജനറലായിട്ട് വന്ന് കൺവേർഷൻ ചെയ്ത് കണ്ടിട്ടില്ല. കാരണം അപ്പോഴേക്കും തന്നെ അത് ആ ഫോറിൻ നേഷണൽസ് അത്രയും സീറ്റല്ലേ ഉള്ളൂ എയിംസിൽ. അപ്പോഴേക്കും അത് പോകുന്നതാണ് ആ സീറ്റ് സാധാരണ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം രജിസ്ട്രേഷൻ ആൻഡ് കൗൺസിലിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ മെയിൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? mcc.nic.in. അപ്പോൾ അതിൽ നമ്മൾ കയറുക. ലോഗിനൊക്കെ ഭയങ്കര സിമ്പിളാണ്, രജിസ്ട്രേഷൻ ഭയങ്കര സിമ്പിളാണ്. പിന്നെ അതിന് മുൻപ് എനിക്ക് പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങളുടെ ഡീറ്റെയിൽസ്, അഡ്മിറ്റ് കാർഡ് റിലേറ്റഡ് നിങ്ങളെ ഒരു ഡീറ്റെയിൽസും ആർക്കും, നിങ്ങളുടെ എത്ര തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ആർക്കും നമ്മളുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കരുത്. കാരണം വെച്ചാൽ ഈ പറയുന്ന ഡീറ്റെയിൽസൊക്കെ, ഞാൻ ഇനി പറയാൻ പോകുന്ന ഡീറ്റെയിൽസൊക്കെ അവരുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് പറ്റും? അവർക്കും രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഡീറ്റെയിൽസൊക്കെ എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. നമ്മുടെ റോൾ നമ്പർ നിങ്ങൾക്കറിയാം, ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്കറിയാം. നിങ്ങൾ ലോഗിൻ ചെയ്യുന്നു, പിന്നെ എന്താണ് അവർ ചോദിക്കും, അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ പാരൻസിന്, അമ്മയുടെ പേര്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, മെയിൽ ID, മൊബൈൽ നമ്പറൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, മൊബൈൽ നമ്പർ വാലിഡ് ആയിട്ടുള്ള അതല്ല, എന്താണ് ഈ മാസവും കൂടെ സിം എക്സ്പയർ ഉള്ളൂ. ആ നമ്പർ കൊടുത്താൽ എന്ത് പറ്റും? നിങ്ങളുടെ എല്ലാ എന്താണ് നിങ്ങളുടെ എല്ലാ അപ്ഡേറ്റ്സ്, MBക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എല്ലാം എന്തുവാണ് ഈ ഫോൺ നമ്പറും ആയിട്ട് ലിങ്ക് ചെയ്തുള്ളതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യല്ല. നല്ല വാലിഡ് ആയിട്ടുള്ള സിമ്മുള്ള നമ്പർ മാത്രം കൊടുക്കുക. പിന്നെ OTP വരുന്നതും ഇതേ സിമ്മിലും ഇതേ മെയിലിലും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മെയിൽ IDയും സിമ്മും, മെയിൽ ID ഫോൺ നമ്പറും എപ്പോഴും അലേർട്ടായിരിക്കുക കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പിന്നെ അടുത്ത നമുക്ക് നോക്കുന്നതാണ് ഫീസിനെ പറ്റി. നോക്കിയാലോ നമുക്ക്. For 15% All India Quota, Central University, DU Delhi University, Aligarh Muslim University, Banaras Hindu University, Jamia Millia Delhi, AFMZ, ESI, AIMS, DIPMER എന്തൊക്കെയാണെങ്കിലും അല്ലേ, നമ്മൾ പറഞ്ഞല്ലോ 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇപ്പം നമ്മളുടെ ഫീസിനെ പറ്റിയിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫീസ് എന്ന് പറയുമ്പോൾ എന്താണ്? രജിസ്ട്രേഷൻ ടൈമിലുള്ള ഫീസ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് എല്ലാം പറ്റി നമുക്കിനി ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ജനറൽ ആണെന്ന് വെച്ചോ, UR അല്ലെങ്കിൽ EWS ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 1000 rupees-ആണ്, 1000 രൂപ. ഇതെന്ന് വെച്ചാൽ നമ്മൾ കൗൺസിലിംഗ് പ്രോസസ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന തുകയാണ് ഇത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഇത് തിരിച്ച് നമുക്ക് കിട്ടത്തില്ല. ഈ 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് കിട്ടത്തില്ല. അതൊരു എന്താണ് സർവീസ് ചാർജ് പോലെ ഉള്ള ഒരു ഫീസാണ്. അപ്പോൾ അത് നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. അതേസമയം നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്. SC ST OBC PWD ആണെങ്കിൽ 1000 രൂപ കൊടുക്കണ്ട, 500 രൂപ കൊടുത്താൽ മതി. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനെ പറ്റിയാണ്. ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ഉറപ്പിനാണ്. കാരണം ഒരു നിശ്ചിത തുക നമ്മൾ കൊടുക്കുകയല്ലേ. അപ്പോൾ ചിലവരെന്ത് ചെയ്യും, സീറ്റ് എല്ലാം ജസ്റ്റ് വെറുതെ ഓരോ അലോട്ട്മെൻറ്റൊക്കെ ഓരോ സീറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ വെറുതെ അങ്ങ് പോകുമ്പോൾ എന്ത് പറ്റും? ഈ പൈസ കൊടുക്കാതിരുന്നാൽ എന്ത് പറ്റും? പൈസ ഇത്ര രൂപയാണ് നഷ്ടപ്പെടുന്നതെന്ന് കാണിച്ചാൽ അവരൊന്നും പേടിക്കില്ല. അയ്യോ എൻ്റെ ഇത്രയും പൈസ പോവും. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുള്ളൂ എന്നൊരു അവയർനെസ്സിന് വേണ്ടിയാണ് സത്യത്തിൽ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അവർ ചോദിക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കാം. അപ്പോൾ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് UR അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപയാണ്. അതല്ല നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ SC ST OBC PWD ആണെങ്കിൽ നിങ്ങൾ 5,000 രൂപ മതി. ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തിരിച്ച് കിട്ടും, റീഫണ്ടായിട്ട് കിട്ടും കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മുടെ അലോട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞ്, ചിലപ്പോൾ ഡിസംബറിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജനുവരിയിലായിരിക്കാം, ഇത് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ ടെൻഷനെ അടിക്കരുത്. പിന്നെ നമുക്ക് ഗൂഗിൾ പേ വഴി ചെയ്യാം, ഡെബിറ്റ് കാർഡുണ്ട്, ക്രെഡിറ്റ് കാർഡ്
മെയിൻലി ഡെബിറ്റ് കാർഡ്, നെറ്റ് വർക്കിംഗ്, ബാങ്ക് നെറ്റ് വർക്കിംഗ് അതുവഴിയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അത് ഓർത്ത് ഇനി ഒട്ടും ടെൻഷൻ അടിക്കല്. കാരണം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് സീറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അക്കൗണ്ട്. ഇതിൽ എനിക്ക് പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ബാങ്ക് ട്രാൻസ്ഫർ ആണോ ചെയ്യുന്നത് അത് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ചെയ്യുക. ഇത് എനിക്ക് ഒത്തിരി കുട്ടികൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. മാഡം ഞാനത് ഓർത്തില്ല, ഞാൻ ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ സെൻറ്ററിൻ്റെ ആളുടെ അങ്ങ് കൊടുത്തു. ആളുടെ നമ്പറിൽ അവർ പറഞ്ഞു ഞാൻ ചെയ്തോളാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്തു. അവസാനം ഇവർക്ക് എന്ത് പറ്റി, സീറ്റും കിട്ടിയില്ല. സീറ്റ് കിട്ടാതെ എന്ത് പറ്റി, ഈ പൈസ റീഫണ്ട് ആയത് കമ്പ്യൂട്ടറിൽ അയാൾക്കാണ് പോയത്. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. കാരണം അപ്പം നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക ഇൻ ദ സെൻസ് നിങ്ങളുടെ ഗൂഗിൾ പേ ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ നമ്പറിലുള്ള ഫോണിൽ ചെയ്യുക. അതേസമയം ഇതെന്താണ്, ബാങ്കിങ് ട്രാൻസ്ഫർ എല്ലാം നിങ്ങളുടെ അക്കൗണ്ടിൽ ചെയ്യുക. അപ്പം റീഫണ്ട് കിട്ടുന്ന സമയത്ത് അത് നിങ്ങളുടെ അക്കൗണ്ടിലേ വരത്തുള്ളൂ. അല്ലാതെ മറ്റൊരാളുടെ അത് പോയാൽ അതുപോലെ അവരിലോട്ടായിരിക്കും പോകുന്നത്. അത് എപ്പോഴും അലോട്ടായിട്ടിരിക്കുക കേട്ടോ. പിന്നെ ഇനി നമ്മൾ നോക്കുന്നതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. അതേസമയം റീഫണ്ട് അല്ല, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയുമാണ് കേട്ടോ. പിന്നെ ചിലവർ എന്നോട് സംശയം ചോദിക്കാറുണ്ട്, എനിക്ക് ഗവൺമെൻറ്, അതായത് എനിക്കിപ്പം ഗവൺമെൻറ് സീറ്റും വേണം, ഡീംഡ് സീറ്റും വേണം, ഞാൻ UR ആണ്, ജനറലാണ്, എനിക്ക് വേറെ റിസർവേഷനോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഡോക്ടറെ എങ്ങനെയാണ് ഇത്, എൻ്റെ ഫീസ് എത്രയാവും, ഞാൻ എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതങ്ങനെ സെപ്പറേറ്റ് ആയിട്ടില്ല. ഇപ്പോൾ 2 ലക്ഷം രൂപയും എന്ത് ചെയ്യുക, ഈ 5000 രൂപയും അടച്ചാൽ മതി. 2 ലക്ഷവും 5000 ആയിട്ട് അടച്ചാൽ മതി. കാരണം ഡീംഡ് വിത്ത് ഗവൺമെൻറ് നോക്കുമ്പോൾ കേട്ടോ 2,50,000 രൂപയാണ്. പിന്നെ അടുത്തത് നമുക്ക് നോക്കുന്നത് റീഫണ്ടിനെ പറ്റി. ഈ റീഫണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പങ്കെടുത്തു, പക്ഷേ സീറ്റൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ 2 ലക്ഷം രൂപയും നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടും. അത് മെയിൻലി എങ്ങനെയാണ്, ഈ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോൾ മെയിൻലി ഡിസംബർ ജനുവരിയിൽ ഒക്കെ കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു സീറ്റിന് ഇപ്പം 23 ലക്ഷമാണെന്ന് വെച്ചോ. MBBS സീറ്റിന് 23 ലക്ഷം. നിങ്ങൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് 2 lakhs അടച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ ഇപ്പോൾ 21 ലക്ഷം ഞാനിപ്പോൾ അടയ്ക്കാം, 2 ലക്ഷം രൂപ നേരത്തെ ഞാൻ അടച്ചല്ലോ അതുമായിട്ട് അവരെടുക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അങ്ങനെ അല്ല. അത് മനസ്സിലാക്കുക. 23 ലക്ഷമാണെങ്കിൽ കറക്റ്റായിട്ട് 23 lakhs എന്ത് ചെയ്യുക, പേ ചെയ്യുക. ഈ 2 ലക്ഷം രൂപയില്ലേ അത് നിങ്ങൾക്ക് പിന്നെ അവസാനം ഞാൻ പറഞ്ഞ പോലെ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അതിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല കേട്ടോ. അടുത്തത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീഫണ്ടിൻ്റെ ആ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഈ 2 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. അപ്പോൾ അത് ഗൂഗിൾ പേയിൽ ഒന്നും നടക്കത്തില്ല. അതെങ്ങനെ നടക്കുന്നത്, നെറ്റ് ബാങ്കിങ്ങിൽ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിലും കുറേ പേര് ഇഷ്യൂസ് വരുത്താറുണ്ട്. കാരണം അവരുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 ലക്ഷം വല്ലതും ലിമിറ്റ് ചെയ്ത് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാകും. ഒരു 2,30,000 രൂപയോ വല്ലതും ലിമിറ്റാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2,05,000 ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സുഖമായിട്ട് വേറെ ബുദ്ധിമുട്ടില്ലാതെ ബാങ്കിങ്ങിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്? അതിലാദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ അവരാദ്യമേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യൂ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇവിടെ മെയിൻലി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുകയാണ്. അതേസമയം എവിടെയാണ് അവർ ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ മെയിൻലി NRIയിലും PWD കാൻഡിഡേറ്റ്സിലെ. അപ്പോൾ അവരെ ഉറപ്പ് വരുത്താനാണ് ഡോക്യുമെൻറ്റ്സ് മെയിൻലി. NRI ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അത് നമ്മുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. അവർ ആ ഒരു വീക്കിൽ വരും. അതിൻ്റെ ഇടയിൽ തന്നെ വിത്തിൻ 2 days പെട്ടെന്ന് ശരിയാക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ കറണ്ടായിട്ട് ഇരിക്കണം. അപ്പോൾ ഇവർക്കാണ് മെയിൻലി ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഒരു ക്ലൂ ഉണ്ട്. അതായത് എപ്പോഴാണ് ഇത് സ്റ്റാർട്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ NRIയുടെ നോട്ടിഫിക്കേഷനും NRIക്കുള്ള PWD നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊരു അലേർട്ടാവാം. ഇനി ഉടനെ നമ്മുടെ അലോട്ട്മെൻറ്റിൻ്റെ ഇതൊക്കെ വരാൻ പോവുകയാണ്
അല്ലേ, രജിസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും ഒക്കെ വരാൻ പോവുകയാണ്. നമുക്കൊരു അലേർട്ടായിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒന്നും അവർ ചോദിക്കത്തില്ല ഫസ്റ്റ് നമ്മുടെ രജിസ്ട്രേഷൻ ടൈമിൽ. പിന്നെ എപ്പോഴാണ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ റൗണ്ട് 1 അഡ്മിഷൻ കിട്ടി. അപ്പോൾ എന്ത് വരും, അഡ്മിഷൻ കിട്ടിയ ഉടൻ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ വരും. ആ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾക്ക് അബദ്ധം പറ്റുന്നതാണ്. ഈ സ്കോർ കാർഡ് വരത്തില്ലേ, ഓൾ ഇന്ത്യയുടെ റിസൾട്ടിൻ്റെ നീറ്റ് സ്കോർ കാർഡ് വരുമ്പോൾ മിക്കവരും ജസ്റ്റ് നോക്കിയിട്ട് അങ്ങ് പോവും. അത് നിങ്ങൾ ഇനി ആ തെറ്റ് വരുത്തരുത്. എപ്പോഴും സ്കോർ കാർഡ് വന്നോടൻ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ചില സമയത്ത് പിന്നെ സൈറ്റിൽ കാണാതെ പോകും. അപ്പോൾ സൈറ്റിൽ കാണാതെ ചിലപ്പോൾ ആ ഓപ്ഷൻ കണ്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്കോർ കാർഡിന് വേണ്ടി പിന്നെ വീണ്ടും തപ്പി അത് ഡൗൺലോഡ് ചെയ്ത് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് സ്കോർ കാർഡ് എപ്പോഴാണോ വന്നത് അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. പിന്നെ അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അഡ്മിറ്റ് കാർഡ് ഓഫ് എക്സാം വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എഴുതിയ അഡ്മിറ്റ് കാർഡ് വേണം. പിന്നെ അതുപോലെ തന്നെ റിസൾട്ട്, റാങ്ക് ലെറ്റർ ഞാൻ പറഞ്ഞതുപോലെ അത് വേണം. ഡേറ്റ് ഓഫ് ബർത്ത്, ജനന തീയതി നമ്മൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ ധാരാളം. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ 10th സർട്ടിഫിക്കറ്റ് വേണം. +1 +2 സർട്ടിഫിക്കറ്റ്. ചില സ്ഥലത്ത് അതിപ്പോൾ നമ്മുടെ കേരള പറയുകയാണെങ്കിൽ നമ്മുടെ കേരളയിൽ ഫുൾ ഇൻഡിവിജ്വലി ആയിട്ട് മാർക്സ് ഇല്ലേ, അതും വേണം കേട്ടോ. 10 +2 മാർക്സും അവർ ചോദിക്കുന്നുണ്ട്. അതും നിങ്ങൾ കാണിക്കണം, അപ്ലോഡ് ചെയ്യണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം, 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതൊക്കെ കറക്റ്റായിട്ടും അപ്ലോഡ് ചെയ്യണം. പിന്നെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, നിങ്ങൾ കറക്റ്റ് ഇന്ത്യൻ ആണ് എല്ലാം തെളിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മുടെ ആധാർ, പാൻ, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതും മതി. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നതാണ് ഡോക്യുമെൻറ്റ്സ് ഫോർ റിസർവേഷൻ ഉള്ളവർക്കുള്ള ഡോക്യുമെൻറ്റ്സ് നോക്കിയാലോ. SC/ST സർട്ടിഫിക്കറ്റ്, OBC NCL നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, PWK ആണെങ്കിൽ PWDയുടെ സർട്ടിഫിക്കറ്റ്. അവർ നേരത്തെ നോക്കിയ ഫിറ്റ്നസ് ഒക്കെ തന്ന് അപ്പോൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരത്തില്ലയോ, ആ സർട്ടിഫിക്കറ്റാണ് ഇടാൻ നോക്കുന്നത്. അതേസമയം എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെയും സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഈ OBC NCL ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നമ്മൾ സ്റ്റേറ്റിൻ്റെ സമയത്ത് സ്റ്റേറ്റിൻ്റെ ആണെങ്കിൽ ഫോർ സ്റ്റേറ്റ് പേർപ്പസാണ്. അതായത് അവരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓൾ ഇന്ത്യയുടേത് ഫോർ സെൻട്രൽ പേർപ്പസാണ്. അത് ഞാൻ എഗെയിൻ പറഞ്ഞത് നിങ്ങൾ സംശയം വരുത്തരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് അല്ലേ, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് നല്ലൊരു റാങ്ക് കിട്ടി, അത് ഈ നീറ്റിൽ ക്വാളിഫൈ ആകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. നമ്മളുടെ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതേസമയം എല്ലാം നിങ്ങൾ നല്ല കുട്ടിയായിട്ട് എല്ലാം നല്ല റാങ്കൊക്കെ കിട്ടി വന്നിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ സമയത്ത് എന്തെങ്കിലും അശ്രദ്ധ കാണിച്ചിട്ട്, നിങ്ങൾക്കിപ്പോൾ റിസർവേഷൻ കിട്ടാനുള്ള കാൻഡിഡേറ്റ് ആയിരുന്നു, പക്ഷേ അശ്രദ്ധ കാരണം എനിക്കത് നഷ്ടപ്പെട്ടു, അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് ഓരോന്ന് പറഞ്ഞു പോകുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തതായി നമ്മൾ നോക്കുന്ന അടുത്ത ഡോക്യുമെൻറ്റ്സ് NRI കാൻഡിഡേറ്റ്സിന്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ NRI കാൻഡിഡേറ്റ്സ് എന്താ വേണ്ടതെന്ന് ഒന്നും കൂടെ പറഞ്ഞുതരാം. പാസ്പോർട്ട് ഓഫ് സ്പോൺസർ, ആരാണ് സ്പോൺസർ ചെയ്യുന്നത് അവരുടെ പാസ്പോർട്ട് വേണം. പിന്നെ വിസ, എംബസി സർട്ടിഫിക്കറ്റ്, സ്പോൺസർഷിപ്പ് അഫിഡവിറ്റ്, റിലേഷൻഷിപ്പ്, അത് ഞാൻ പറഞ്ഞല്ലോ. അത് രണ്ടും എന്ത് ചെയ്യുക, സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയിട്ട് സ്റ്റാമ്പ് പേപ്പർ അറ്റസ്റ്റ് ചെയ്യണം കേട്ടോ. അത് വിട്ടുപോകരുത് കേട്ടോ. അത് അറ്റസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റോട്ടറിയിൽ പോയിട്ട് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിക്കുക. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നതാണ് OCA ഫോറിൻ നേഷണൽ കാൻഡിഡേറ്റ്സിന്. അത് അവരുടെ സിറ്റിസൺസ് സർട്ടിഫിക്കറ്റ് വേണം. കാർഡ് നമ്പർ, ഡോക്യുമെൻറ്റ്സ് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, അത് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ അവർക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. പാസ്പോർട്ടിൽ ഉണ്ടാവുമല്ലോ എന്തായാലും. OCA കാർഡ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതേപോലെ സ്പോൺസർഷിപ്പ് അഫിഡവിറ്റ്, പിന്നെ റിലേഷൻഷിപ്പ് അഫിഡവിറ്റ്, റിലേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ് വിത്ത് ദ സ്പോൺസർ, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. അതെല്ലാം കറക്റ്റായിട്ട് വേണം കേട്ടോ, അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം NRIക്കാർക്ക് മെയിൻലി അവർ എല്ലാം നോക്കിയിട്ട് നമ്മുടെ സ്കാൻ ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്തിട്ട് മെയിൽ ചെയ്തിട്ട് അപ്പോൾ അവർ വിത്ത് സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർ നോക്കും. MCCക്കാർ നോക്കും കറക്റ്റ് ഇതെല്ലാം വാലിഡ് ആണോ എല്ലാം. അതൊക്കെ മെയിൽസ് വഴിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നോട്ടിഫിക്കേഷൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. കാരണം 1 വീക്കിൽ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ട് എന്ത് പറ്റും, 2 days തരത്തുള്ളൂ. അപ്പോൾ എല്ലാം നിങ്ങളുടെ Indian to
NRI കൺവേർഷൻ അതെല്ലാം കാണിക്കണം കേട്ടോ. അലോട്ട്മെൻറ്റ് സംബന്ധം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്ക് സംശയങ്ങൾ വരാം, ഉറപ്പായിട്ടും വരും, വന്നിരിക്കും അല്ലേ. ഒത്തിരി കൺഫ്യൂഷൻസ് ആണ് മിക്കവർക്ക്. എങ്ങനെ, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണം, ഏതൊക്കെ ഡൗൺലോഡ് ചെയ്യണം, ഏതൊക്കെ മേടിച്ച് വെക്കണം, പിന്നെ എൻ്റെ റാങ്കിന് കിട്ടുമോ, ഞാൻ ഇതൊക്കെ റിസർവേഷൻ ഉണ്ട്, പക്ഷേ എൻ്റെ റിസർവേഷൻ എന്തൊക്കെ ഡോക്യുമെൻസും വേണം, എല്ലാം ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഇനി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ സൈനോൻ്റെ കോൾ നമ്പറുണ്ട്, അതിൽ വിളിക്കുക. അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഇതൊന്നുമല്ല, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പിന്നെ എന്തിനു വെറി ചെയ്യണം. സൈനോൻ്റെ പോർട്ടലിൽ കയറുക, വിസിറ്റ് ചെയ്യുക, അതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. ലൈക്ക് പ്രൈവറ്റ് ആണെങ്കിൽ എങ്ങനെയൊക്കെ, ഏതൊക്കെ കോളേജാണ്, ഏതൊക്കെ പ്രയോറിറ്റീസ് നമ്മൾ കൊടുക്കണം, സ്റ്റേറ്റ് വൈസ് എങ്ങനെ നോക്കണം, പിന്നെ എന്താണ് നമ്മുടെ ഓൾ ഇന്ത്യ വൈസ് എങ്ങനെ നോക്കണം, എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തായാലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളോട് സംസാരിച്ച് ഞാൻ ഡോക്ടർ അമൃത. എല്ലാവർക്കും നന്ദി.